നമസ്കാരം. ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം. ഞാൻ കവിത കണ്ണൻ. വിദ്യാർത്ഥിയാകാൻ പ്രായം ഒരു ഘടകമാണോ? അധ്യാപകനാകാൻ പ്രത്യേക യോഗ്യത ആവശ്യമുണ്ടോ? ഇതാണ് ഇന്നത്തെ ശുഭദിന ചിന്ത. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ എലിക്സിയർ. ഒരിക്കൽ അക്ബർ ബീർബലിനോട് പറഞ്ഞു, ബീർബൽ, എനിക്ക് വേണ്ടത്ര പാണ്ഡിത്യമില്ല. എനിക്ക് അറിഞ്ഞുകൂടാത്തതായി ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാം പഠിക്കണം. നാളെ മുതൽ പഠനം തുടങ്ങാനുള്ള ഏർപ്പാടുകൾ ആരംഭിക്കൂ. അടുത്ത പ്രഭാതത്തിൽ ദർബാർ ഹാളിലെത്തിയ ചക്രവർത്തി ആ കാഴ്ച കണ്ട് അമ്പരന്നു. ഹാൾ നിറയെ ആളുകൾ. അതിൽ വൃദ്ധരുണ്ട്, കുട്ടികളുണ്ട്, കൃഷിക്കാരുണ്ട്, അലക്കുകാരുണ്ട്, കാലി മേയ്ക്കുന്നവരുണ്ട്, കച്ചവടക്കാരുണ്ട്, ഗുമസ്തന്മാരുണ്ട്, സന്യാസിമാരുണ്ട്. ഇത് കണ്ടപ്പോൾ ചക്രവർത്തിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? അദ്ദേഹം ചോദിച്ചു. ബീർബൽ പറഞ്ഞു, അങ്ങ് ക്ഷമിച്ചാലും ഞാൻ അങ്ങയുടെ ഉത്തരവ് പാലിക്കുക മാത്രമാണ് ചെയ്തത്. എന്നിട്ട് ബീർബൽ ചോദിച്ചു, മണിക്കൂറുകളോളം മണ്ണിൽ കളിക്കാൻ അങ്ങേക്കറിയാമോ? അത് ഈ കുട്ടികൾ പഠിപ്പിച്ചു തരും. തുച്ഛമായ വരുമാനത്തിൽ വീട് നടത്തിക്കൊണ്ടു പോകാൻ അറിയുമോ? തുണികളിലെ കറ കളയാൻ അറിയുമോ? ഓരോ വിളയും നടേണ്ടതും നനയ്ക്കേണ്ടതും അറിയാമോ? നമ്മുടെ ഉൽപ്പന്നങ്ങൾ എവിടെയാണ് നല്ല വിലയ്ക്ക് കൊടുക്കേണ്ടതെന്നറിയാമോ? ചക്രവർത്തിക്ക് ദേഷ്യം വന്നു. ഇല്ല 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 എന്ന് ദേഷ്യത്തിൽ ആവർത്തിച്ച് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ബീർബൽ ശാന്തനായി പറഞ്ഞു, ഈ ഹാളിലുള്ള ഓരോരുത്തർക്കും അങ്ങയെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ പഠിപ്പിക്കാനുണ്ട്. ഓരോരുത്തർക്കും എന്തെങ്കിലും കഴിവുകളുണ്ട്, കുറച്ചറിവുണ്ട്, പ്രത്യേക വാസനകളുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അധ്യാപകരാകാനാകും. അതുപോലെ എല്ലാവർക്കും വിദ്യാർത്ഥിയാകാനും. ചക്രവർത്തി പുഞ്ചിരിച്ചു. എല്ലാം പഠിക്കുക അസാധ്യമാണ്. നമ്മൾ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല അധ്യാപകനാകാനും നല്ല വിദ്യാർത്ഥിയാകാനുമുള്ള അവസരങ്ങൾ എപ്പോഴുമുണ്ട്. അത് പരമാവധി വിനിയോഗിക്കുക എന്നതാണ് പ്രധാനം. ശുഭദിനം.